നമസ്കാരം. ഇത്തവണ സീറ്റ് 400 മുതൽ ദൈവനിശ്ചയത്താൽ കിട്ടിയ പ്രധാനമന്ത്രി പദം വരെ, മനീഷ് സിസോദിയയും ഹേമന്ത് സോറനും അരവിന്ദ് കെജ്രിവാളും വരെ അഴിക്കുള്ളിലായ ഏജൻസി നീക്കങ്ങൾ, തടവറ തുറന്ന് കോടതികൾ തന്നെ നടത്തിയ വിധി പ്രസ്താവം, അതുണ്ടാക്കിയ അലയൊലികൾ, പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ അയോധ്യ, മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളുടെ സ്വത്ത് വാരിക്കോരിക്കൊടുക്കും കോൺഗ്രസ് എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന, വെറും ഇരുതല മൂർച്ചയല്ല, ബഹുതല മുറിവുകൾ തന്നെ ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പാണ്. അത് അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും റേഷൻ കടയിൽ വിമാനമിറങ്ങാൻ ഉണ്ടാക്കുന്ന താവളമോ പുഴയോരത്തേക്കുള്ള ദേശീയ പാതയോ ഒന്നും ആരും വാഗ്ദാനമായി മുന്നോട്ട് വച്ചിട്ടില്ല. വികസനമല്ല, വിഴിപ്പുകളായിരുന്നു വർത്തമാനങ്ങളിൽ. അജണ്ടകൾ മാറി മറിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ എങ്ങോട്ടു പോയി? ഭരണമാറ്റം എന്ന സ്വപ്നം ഇന്ത്യ മുന്നണി ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ടോ? ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. സത്യം സത്യമായി ഈ വോട്ടൊക്കെ എവിടെ പോയി? ഒരു പ്രധാന ചോദ്യവും അതിന്റെ ഉത്തരവുമായി തുടങ്ങുകയാണ്. വോട്ടിംഗ് ശതമാനം ശരിക്കും കുറഞ്ഞോ? കുറഞ്ഞെങ്കിൽ ആരെ തുണയ്ക്കും? ഇതാ അതിലേക്കുള്ള ചൂണ്ടുപലക. 2004 വോട്ടിംഗ് ശതമാനം 58.1. അധികാരമേറ്റത് കോൺഗ്രസ് നയിച്ച UPA. 2009 58.2%. അധികാരത്തിലും വോട്ടിംഗ് ശതമാനത്തിലും ആവർത്തനം. 2014 66.4% വമ്പൻ കുതിപ്പ്. അധികാരം BJP നയിച്ച NDAക്ക്. 2019 വോട്ടിംഗ് ശതമാനം 67.4. അധികാരം തുടർന്ന് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. കോൺഗ്രസ് ഭരിച്ച 2004 2009 രേഖപ്പെടുത്തിയതിനേക്കാൾ 8% വോട്ട് കൂടി BJP ഭരിച്ച 2014 2019. അപ്പോൾ 2024 6 ഘട്ടമാണ് പൂർത്തിയായത്. 7ാം ഘട്ടം മാത്രം ശേഷിക്കുമ്പോൾ ആ കണക്കുകൾ വേഗത്തിൽ നോക്കാം. 1ാം ഘട്ടത്തിൽ 66.14. 2ാം ഘട്ടത്തിൽ 66.71. 3ാം ഘട്ടത്തിൽ 65.68. 4ാം ഘട്ടത്തിൽ 69.16. 5ാം ഘട്ടത്തിൽ 62.5. 6ാം ഘട്ടത്തിൽ 63.37. 6 ഘട്ടങ്ങളിലുമായി രേഖപ്പെടുത്തിയത് 65.59% വോട്ട്. 2004 മുതലുള്ള കണക്കിലേക്ക് ഇത് ചേർത്ത് വെച്ചാൽ തന്നെ ചിത്രം വ്യക്തമാകും. UPA അധികാരത്തിൽ വന്ന 2004, 2009 വർഷങ്ങളിലെ നിലവാരത്തിലേക്ക് വോട്ട് വിഹിതം കുറഞ്ഞിട്ടില്ല. എന്നാൽ 2014 19 ഉണ്ടായതിനേക്കാൾ 1 മുതൽ 2% വരെ കുറവുണ്ട്. ഈ കണക്കുകൾ മുന്നിൽ വെച്ചാണ് സെഫോളജിസ്റ്റ് പ്രശാന്ത് കിഷോർ BJP 370 സീറ്റ് വരെ നേടാം എന്ന് പ്രവചിച്ചത്. BJP ഭരിക്കും എന്ന് പ്രവചിച്ച യോഗേന്ദ്ര യാദവ് പക്ഷേ സീറ്റെണ്ണം 270 കടക്കില്ല എന്നും ആണയിട്ടു. 272 ഒറ്റയ്ക്ക് ഭരിക്കാൻ വേണ്ട ഭൂരിപക്ഷം. രണ്ടുപേരും BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമായ 400 ഉണ്ടാകില്ല എന്ന് കണക്കുകൂട്ടുന്നവരാണ്. അപ്പോൾ ആരു പറയുന്നതാണ് ശരി? ഇനി നമ്മൾ വേറിട്ട ചില സൂചനകളിലേക്ക് കടക്കുകയാണ്. 80 സീറ്റുള്ള ഉത്തർപ്രദേശിൽ ആദ്യത്തെ 6 ഘട്ടത്തെ പോളിംഗ് 56.77% മാത്രമാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ചില വിവരങ്ങളുമുണ്ട്. ആദ്യ 2 ഘട്ടത്തിലും വോട്ടിംഗ് ശതമാനം 57.61, 55.2 എന്നിങ്ങനെ താഴ്ന്നപ്പോൾ BJP പ്രചണ്ഡ പ്രചാരണം നടത്തി. വോട്ട് ചെയ്യാനിറങ്ങാൻ പ്രധാനമന്ത്രി നേരിട്ട് ദിവസത്തിൽ 3 തവണ ആവശ്യപ്പെട്ടു. പിന്നെയുള്ള 3 ഘട്ടത്തിലും വർദ്ധിച്ചു. പക്ഷേ അത് 1.5 മുതൽ 2% വരെ മാത്രമായിരുന്നു. ഇക്കഴിഞ്ഞ 6ാം ഘട്ടത്തിൽ അത് 54.4%ത്തിലേക്ക് കൂപ്പുകുത്തി. 2019 60%-ലേറെ പോളിംഗ് ഈ മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന സത്യം നമ്മുടെ മുന്നിലുണ്ട്. അത് മറക്കരുത്. ഉത്തർപ്രദേശിൽ മാത്രമല്ല, BJP വലിയ പ്രതീക്ഷ വയ്ക്കുന്ന മഹാരാഷ്ട്ര. അവിടെയും വോട്ടിംഗ് നില വളരെ താഴെയാണ്. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്കും ശരത് പവാറിന്റെ NCPക്കും അനുകൂലമായി ഒരു സഹതാപം വീശുന്നോ എന്ന സംശയവുമുണ്ട് നിരീക്ഷകർക്ക്. നിതീഷ് കുമാറിനെ വീണ്ടും ഒപ്പമെത്തിച്ച് BJP തൂത്തുവാരാൻ മോഹിച്ച ബീഹാറിലെ വോട്ടിംഗ് ശതമാനവും കുത്തനെ താഴ്ന്നു. അപ്പോൾ എവിടെയാണ് വോട്ടിംഗ് നില ഉയർന്നത്? കേരളവും
തമിഴ്നാടും കർണാടകയും തെലങ്കാനയും പോലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് പോളിംഗ് ശതമാനം 70-ന് മുകളിൽ നിൽക്കുന്നത്. എല്ലായിടത്തും ത്രികോണ മത്സരം നടക്കുന്ന പശ്ചിമ ബംഗാളിൽ 78% കടന്ന മണ്ഡലങ്ങളുമുണ്ട്. ഈ ചിത്രത്തിൽ നിന്ന് ഒറ്റക്കാര്യം അച്ചട്ടാണ്. 2014-ലും 2019-ലും ഉണ്ടായ വോട്ടിംഗ് പാറ്റേൺ അല്ല ഇത്തവണ. അത് BJPയുടെ പ്രതീക്ഷകൾ താളം തെറ്റിക്കുമോ? ഇന്ത്യ മുന്നണിയുടെ മോഹങ്ങളിൽ കാര്യമുണ്ടോ? ഈ പോളിംഗ് പാറ്റേണിലെ സങ്കീർണതകൾ തന്നെയാണ് അജണ്ടകൾ മാറാനുള്ള കാരണവും. ഇത്തവണ 400 എന്ന മുദ്രാവാക്യം ആദ്യഘട്ടത്തിൽ തന്നെ BJP പിൻവലിച്ചു. 1984-ലെ ഇന്ദിരാ തരംഗത്തിൽ കോൺഗ്രസിന് മാത്രം സാധ്യമായ 400 കടക്കൽ ഇപ്പോൾ അസാധ്യമാണെന്ന് വ്യക്തമാക്കിയത് ദക്ഷിണേന്ത്യയാണ്. കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലുമായി അന്ന് കോൺഗ്രസിന് ലഭിച്ചതിന്റെ 4-1 സീറ്റ് പോലും ഇത്തവണ ഉണ്ടാകില്ലെന്ന് BJP തിരിച്ചറിഞ്ഞു. അത് നേതാക്കളുടെ ശരീരഭാഷയിൽ ഉണ്ടായിരുന്നു. അതോടെ അജണ്ടകൾ മാറി. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നമ്മുടെ അഥവാ ഹിന്ദുക്കളുടെ സ്വത്ത് പിടിച്ചെടുക്കുമെന്ന് പ്രധാനമന്ത്രി തന്നെ പ്രസംഗിച്ചു. ആ സ്വത്തെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്നും ആവർത്തിച്ചു. ഇങ്ങനെ നേരിട്ടൊരു കടന്നാക്രമണം രാജ്യചരിത്രത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ല. ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യമിട്ട് നടത്തിയ ആ പ്രസ്താവന എന്ത് ചലനമുണ്ടാക്കും? അതുമാത്രമല്ല, വേറെയുമുണ്ട് വിഷയങ്ങൾ. ഹേമന്ത് സോറനെയും അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്തത്. കേരളവും തമിഴ്നാടും ബംഗാളും കർണാടകവും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന ED CBI നീക്കങ്ങൾ. അയോധ്യയ്ക്ക് പിന്നാലെ കാശിയിൽ ഗ്യാൻവാപ്പി പള്ളിയിൽ ലഭിച്ച പ്രവേശനം. ഡൽഹിയിൽ പോലും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യത്തിലായത്. ബീഹാറിൽ തേജസ്വി യാദവിന്റെ കുതിപ്പും നിതീഷ് കുമാർ നേരിടുന്ന ഭരണവിരുദ്ധ വികാരവും. ഈ തെരഞ്ഞെടുപ്പിനെ നിർണയിക്കുന്ന ഘടകങ്ങൾ അനേകമുണ്ട്. ദേശീയമല്ല, പ്രാദേശികമാണ് ആ അജണ്ടകൾ. അത് വെറും വോട്ടിംഗ് ശതമാനത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ നടത്തുന്ന ശ്രമം വിലപ്പോകില്ല. 400 എന്നല്ല 303 എന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നേട്ടം പോലും BJPക്ക് പ്രവചിക്കുക എളുപ്പമല്ല. കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിക്കോ അനുകൂലമായി ദേശവ്യാപകമായി ഒരു തരംഗം കാണാനുമില്ല. കേന്ദ്ര സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നതിന്റെ ലക്ഷണങ്ങളും ഒരിടത്തുമില്ല. ശരിക്കും നിശബ്ദരായിരുന്നു ഇത്തവണ വോട്ടർമാർ. ഒച്ചയുണ്ടാക്കാത്ത വോട്ടർമാർ എന്ന് വിളിക്കാം. അവരെ കണ്ണടച്ച് വിശ്വസിക്കാൻ ഒറ്റ പാർട്ടിക്കും ഇപ്പോൾ ധൈര്യമില്ല. അതുകൊണ്ട് ഒരു കാര്യം തറപ്പിച്ചു പറയാം: പാറ്റേണുകൾ മാറിയ ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ നിർണയിക്കും. ഇത്തവണ ഇല്ലെങ്കിൽ പ്രതിപക്ഷം പിന്നെ ഇനി വരുമോ എന്ന ചോദ്യം തന്നെയാണ് പ്രധാനം. കാത്തിരിക്കാം ജൂൺ 4-നായി. നാളെ ഇതേ സമയം പുതിയൊരു വിഷയവുമായി വീണ്ടും സ്പോട്ട്ലൈറ്റ് എത്തും. നമസ്കാരം.